ഹായ് മക്കളെ, നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് ഇമാജിനേഷൻ അല്ലെ, അതിലെ ഒരു പ്രധാനപ്പെട്ട പോയമാണ് നമുക്ക് പഠിക്കാനുള്ള. അതിന്റെ പേരാണ് ഫോറിൻ ലാൻഡ്സ്. എന്താണ്? വിദേശ പ്രദേശങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് കണ്ണെത്താ ദൂരത്തുള്ള അകലെയുള്ള പ്രദേശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന രീതിയിലാണ് പറയുന്നത്, അല്ലാതെ വിദേശ രാജ്യം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ ഫോറിൻ ലാൻഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങൾ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഒരു കൊച്ചുകുട്ടി ആ ഒരു മരത്തിൽ കയറുന്നു, അവൻ അവിടെ നിന്ന് കയറി കഴിയുമ്പോൾ അകലേക്ക് ഒരുപാട് കാഴ്ചകൾ കാണുന്നു. അവൻ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാടിലൂടെ ആ പ്രദേശങ്ങളൊക്കെ അവൻ കാണുകയാണ്. അപ്പൊ എല്ലാം പുതിയതായിട്ട് അവന് തോന്നുകയാണ്, എല്ലാം ഫോറിൻ ലാൻഡ്സ് ആയിട്ട് അവന് തോന്നുകയാണ് കേട്ടോ, അബ്രോഡ് പോലെ അവന് തോന്നുകയാണ്. അങ്ങനെയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഒരു കവിതയാണ് കേട്ടോ. നമുക്ക് നോക്കാം ഈ കവിതയിലെ പ്രധാന തീം എന്താണെന്ന് നോക്കാം. The poem Foreign Lands by Robert Louis Stevenson is about a child who climbs a tree and marvels at the new and distant sights revealed to him from his elevated perspective. Elevated perspective എന്ന് വെച്ചാൽ അദ്ദേഹം എലവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയരത്തിൽ നിൽക്കുക, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ കാഴ്ചപ്പാട്. അപ്പൊ അങ്ങനെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചപ്പാടിലൂടെ അദ്ദേഹം കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ആ കുട്ടി കണ്ടെത്തുന്ന വിദേശ അല്ലെങ്കിൽ വിദൂരമായ പ്രദേശങ്ങളെ വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്നത്. ഈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ നല്ലൊരു പോയറ്റാണ് കേട്ടോ. കാരണം ഇദ്ദേഹത്തിന്റെ, നിങ്ങൾ 8ാം ക്ലാസ്സിലെ നിങ്ങൾ ചേട്ടന്മാരുടെ ഇംഗ്ലീഷ് ടെക്സ്റ്റില് നല്ലൊരു പോയമുണ്ട് കേട്ടോ, ഫ്രം എ റെയിൽവേ ക്യാരേജ് എന്ന് പറയുന്നത്. അത് ഇദ്ദേഹത്തിന്റെ തന്നെ പോയാണ്. നല്ല താളമുള്ള, നല്ല രസകരമായിട്ടുള്ള, ഒരു ട്രെയിൻ യാത്ര നടത്തുമ്പോൾ പുറത്തെ കാഴ്ചകളെ പറ്റി വിവരിക്കുന്ന ഒരു രസമുള്ള പോയാണ്. അപ്പൊ അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള നല്ല രസകരമായ പോയം എഴുതുന്ന ഒരു പോയറ്റാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എന്ന് പറയുന്നത് കേട്ടോ. ശരി, നമ്മുടെ പോയത്തിന്റെ കാര്യം പറയാം. The theme revolves around the sense of adventure, curiosity and wonder that comes with exploring new places and seeing the world from a different point of view. അപ്പോൾ ഇതിലെല്ലാം ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്, അഡ്വഞ്ചർ ഉണ്ട്, എന്താണ്, നമുക്ക് പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആഗ്രഹമുണ്ട്. അങ്ങനെ കുട്ടികളുടെ എല്ലാ കൗതുകങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കവിതയാണ് ഇത്. The poem captures the innocent thrill of discovery and the joy of imaging far off lands from the vantage point of a child's imagination. വാൻറ്റേജ് പോയിന്റ് എന്ന് വെച്ചാൽ ഉയരത്തിലുള്ള കാഴ്ച കേട്ടോ. ആ അകലെയുള്ള കാഴ്ചയിൽ നിന്ന് ഒരു കുട്ടിയുടെ കണ്ണിലൂടെ ഇത് കാണുന്ന ഒരു ദൃശ്യമാണ് ഈ പോയത്തിൽ വിവരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് തന്നെയാണ് വീണ്ടും പറയുന്ന കാര്യങ്ങൾ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു പോയമാണ്, വളരെ രസകരമായിട്ട് ഒരു കുട്ടി ഒരു മരത്തുമ്മ കയറിന്നിട്ട് അകലേക്ക് കുറെ കാഴ്ചകൾ, ഇതുവരെ കാണാത്ത കാഴ്ചകളും പ്രദേശങ്ങളും കാണുന്നു എന്നാണ് ഈ പോയത്തിൽ കാണിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ പോയത്തിൽ പഠിക്കാനുള്ള കാര്യം മക്കളെ എന്താണ്? നേരത്തെ പറഞ്ഞ പോലത്തെ ചില പോയറ്റിക് ഡിവൈസസ് ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പൊ അതേതൊക്കെയാന്ന് നോക്കൂ. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. കണ്ടോ, ഇദ്ദേഹത്തിന്റെ പോയത്തിന് നല്ല താളമുണ്ട് കേട്ടോ. ഈ റോബർട്ട് ലൂയിസ് സ്റ്റീവൻസന്റെ 8ാം ക്ലാസ്സിലെ പോയത്തിലും നല്ല താളമുണ്ട്, ഇതിനും നല്ലൊരു താളമുണ്ട് കണ്ടോ. Up into the cherry tree, who should climb but little me? I held the trunk with both my hands and looked abroad on foreign lands. കണ്ടോ, അപ്പോ ഇത് കാണിച്ചിരിക്കുന്ന നോക്കിയാൽ the words tree and me end with the same sound. Similarly, hands and lands end with the same sound. They are rhyming words. കാര്യം എടുത്തും കിട്ടിയോ? ട്രീയും മീയും ഒരേപോലെ സൗണ്ട് ചെയ്യുന്നില്ലേ? ട്രീ മീ കണ്ടോ, ഒരേപോലെ എൻഡ് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഹാൻഡ്സ് ലാൻഡ്സ് കണ്ടോ, ഈ ഹാൻഡ്സും ഈ ലാൻഡ്സ് കണ്ടോ, ഹാൻഡ്സ് ലാൻഡ്സ് ഒരേപോലെ സൗണ്ട് ചെയ്യുന്നില്ലേ? അങ്ങനെ ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മളുടെ ഓരോ വരിയുടെയും അവസാനത്തെ വേർഡ് കേട്ടോ, അവസാനത്തെ വേർഡാണ് അങ്ങനെ ഒരേപോലെ സൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് റൈമിംഗ് വേർഡ്സ് കേട്ടോ. ഒരേപോലെ സൗണ്ട് ചെയ്യുന്ന വേർഡ്സ് ആണ് റൈമിംഗ് വേർഡ്സ്. അപ്പൊ റൈം മീൻസ് ദ റിപ്പീറ്റേഷൻ ഓഫ് ദ സെയിം സൗണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ഡിഫറെന്റ് ലൈൻസ് ഇൻ എ പോയം. കണ്ടോ, ഡിഫറെന്റ് ലൈനിന്റെ എൻഡിൽ വരുന്ന സൗണ്ട് ഒരേപോലെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്, അതായത് ആ ഒരു ഒരേപോലെ സൗണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് റൈമിംഗ് വേർഡ്സ്. ഇവിടുത്തെ റൈമിംഗ് വേർഡ്സ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, മീയും ട്രീയും മീയും. അതിനടിയിലത്തെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? ഹാൻഡ്സും ലാൻഡ്സും കേട്ടോ. അപ്പൊ ഐഡന്റിഫൈ ദ അതർ റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോയം ആൻഡ് സർക്കിൾ ദം. അപ്പോ ഈ പോയത്തിലെ മറ്റു റൈമിംഗ് വേർഡ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറയുന്നു, അതിന് സർക്കിൾ ചെയ്യാൻ പറയുന്നു. അപ്പൊ ചെയ്തൂടെ? സിമ്പിൾ അല്ലേ? നമുക്ക് നോക്കിക്കളയാം ഏതൊക്കെയാണ് നമുക്ക് റൈമിംഗ് വേർഡ്സ് എന്ന് നോക്കിയേ. അടുത്ത ചില ലൈൻസിൽ ഇങ്ങനെ വരുന്നുണ്ട്, ലൈ ഐ, അതുപോലെ മോർ ബിഫോർ കണ്ടോ, ഐ saw the next door garden lie adorned with the flower before my eye and many pleasant places more that I had never seen before. കണ്ടോ, ആ എന്തിനാ റൈമിംഗ് വേർഡ്സ് ഉൾപ്പെടുത്തുന്ന അറിയോ? പോയത്തിനൊരു താളം കിട്ടാൻ, വായിക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിക്കാൻ, നല്ല രസകരമായിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഉദ്ദേശിച്ചത്. ലൈയും ഐയും ഒരേപോലെ സൗണ്ട് ചെയ്യുന്നു, ദേ ആർ റൈമിംഗ് വേർഡ്സ്. അതുപോലെ മോറും ബിഫോറും ഒരേപോലെ സൗണ്ട് ചെയ്യുന്നു, ദേ ആർ ആൾസോ റൈമിംഗ് വേർഡ്സ്. അപ്പൊ റൈമിംഗ് വേർഡ്സിനെ ഒരു ഗ്രൂപ്പായിട്ട് എഴുതണം, ഒരു ജോഡിയായിട്ട് എഴുതണം കേട്ടോ.
ശരി, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ റൈമിംഗ് വേർഡ്സിന് ഓരോ പേരും കൂടി കൊടുത്താൽ എങ്ങനെ ഇരിക്കും? ഇതാ നോക്കിയേ. അപ്പൊ റൈമിംഗ് വേർഡ്സിനെ ഒരേപോലത്തെ റൈം ചെയ്യുന്ന വേർഡ്സിന് നമ്മൾ ഒരേ പേര് കൊടുക്കാം. ലൈയും ഐയും ഒരേപോലെ റൈം ചെയ്യുന്നു, അപ്പൊ നമ്മൾ അതിന് രണ്ടിനും എ എന്ന് പേര് കൊടുത്തു. അതെങ്ങനെയാണോ വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എയും എഴുതി. അടുത്തത് മോറും ബിഫോറും, അതിന് നമ്മൾ വേറെ പേര് കൊടുക്കണ്ടേ, കാരണം മറ്റേത് വേറെ അല്ലേ. അപ്പൊ ഇതിന് രണ്ടാമത്തേന് നമ്മൾ ബി എന്ന് പേര് കൊടുത്തു. കണ്ടോ, രണ്ടിനും ബി എന്ന് പേര് കൊടുത്തു. എന്നിട്ട് അത് വന്നിരിക്കുന്ന രീതിയിൽ തന്നെ ബിയും എഴുതി. അപ്പൊ നമുക്കൊരു എന്താണ്, ഒരു പാറ്റേൺ കിട്ടിയില്ലേ, ഒരു ക്രമം കിട്ടിയില്ലേ, എ എ ബി ബി. കണ്ടോ, ഇങ്ങനെ ഒരു ക്രമമാണ് എന്താണ് ഈ പോയത്തിന്റെ റൈം സ്കീം. ചിലപ്പോ ചോദിക്കും എന്താണ് പോയത്തിന്റെ റൈം സ്കീം എന്താണ്? അപ്പോ ഈ റൈമിംഗ് വേർഡ്സ് കെടുക്കുന്ന പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ആ ക്രമമാണ് റൈം സ്കീം എന്ന് പറയുന്നത്. അത് എ എ ബി ബി ആണ്. ചില പോയത്തിൽ അതെങ്ങനെയായിരിക്കും, എ ബി എന്നായിരിക്കും. റൈം ചെയ്യുന്ന വേർഡ്സ് എങ്ങനെയായിരിക്കും കെടുക്കുക? ആദ്യത്തെ വരിയിലെ അവസാനത്തെ വേർഡും ഈ വരിയിലെ അവസാനത്തെ വേർഡും ആയിരിക്കും ചിലപ്പോൾ റൈം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഈ വരിയിലെ അവസാനത്തെ വേർഡും ഈ വരിയിലെ അവസാനത്തെ വേർഡും കൂടി റൈം ചെയ്യും. അപ്പോ ഈ പാറ്റേൺ മാറിയില്ലേ, അപ്പൊ എ ബി എന്നാവും. പക്ഷെ ഈ പോയത്തിന്റെ കംപ്ലീറ്റ് എങ്ങനെയാ, എ എ ബി ബി എന്നാ റൈം ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇതിന്റെ റൈം സ്കീം നമുക്ക് കിട്ടി എ എ ബി ബി. ഇനി നമുക്ക് എന്താ, ലുക്ക് അറ്റ് ദ ഫോളോയിങ് ലൈൻ ഫ്രം ദ പോയം. ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്. അപ്പോ ആൻഡ് ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ്, ഈ വരിയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? നോക്കിക്കേ. അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം. ദ സെയിം വവൽ സൗണ്ട് ഈസ് റിപ്പീറ്റഡ് ഇൻ ദ വേർഡ്സ് അബ്രോഡ് ആൻഡ് ഫോറിൻ. ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അസോണൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അലിട്രേഷൻ. അലിട്രേഷന്റെ പ്രത്യേകത എന്താണ്? ഒരു റിപ്പീറ്റേഷൻ ആണ്. എന്താ റിപ്പീറ്റ് ചെയ്യുന്നത്? ഒരു വേർഡിന്റെ ആദ്യത്തെ അക്ഷരം അതേപോലെ മറ്റൊരു വേർഡിന്റെ ആദ്യത്തെ അക്ഷരമായിട്ട് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ അലിട്രേഷൻ ആണെന്ന് പറഞ്ഞല്ലേ. ഇപ്പൊ എന്താണ്, ഫഹദ് ഫാസിൽ, കണ്ടോ, ഫ ഫ റിപ്പീറ്റ് ചെയ്തു. ഒരു കാര്യം കൂടി ഓർക്കണം, അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസോണന്റ് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് അലിട്രേഷൻ ആവുക. ഫ ഫ എന്ന് പറയുന്നത് കൺസോണന്റ് സൗണ്ട് ആണ്. എന്താണ് ഈ കൺസോണന്റ് സൗണ്ട്, എന്താണ് വവൽ സൗണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ലേ? വവൽ സൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? എ ഇ ഐ ഒ യു ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് വവൽ സൗണ്ട് എന്ന് പറയാ. എ ഇ ഐ ഒ യു ഒഴിച്ചിട്ട് ബാക്കി ലെറ്റേഴ്സ് ഉണ്ടാക്കുന്ന സൗണ്ടിനെയാണ് കൺസോണന്റ് സൗണ്ട് എന്ന് പറയാ. അപ്പൊ അലിട്രേഷൻ ആണെങ്കിൽ എന്തായിരിക്കണം, ആ കൺസോണന്റ് സൗണ്ട് ആയിരിക്കണം ഉണ്ടാവേണ്ടത്. വവൽ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുമ്പോ അതിനെന്ത് പറയും? അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ അസോണൻസ് കേട്ടോ. വവൽ സൗണ്ട് എ ഇ ഐ ഒ യു മുതലായ സൗണ്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തു. നോക്കി ഇവിടെ നോക്കിയേ, ഫോറിൻ, അബ്രോഡ് ഓൺ ഫോറിൻ. കേട്ടോ, അബ്രോ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓ ഇല്ലേ, അതുപോലെ ഫോറിൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഓ ഇല്ലേ, അപ്പൊ ഓ റിപ്പീറ്റ് ചെയ്ത് വരുന്നില്ലേ, അതിന് നമുക്ക് അസോണൻസ് എന്ന് പറയാം. ഫൈൻഡ് ഔട്ട് അതർ എക്സാമ്പിൾസ് ഓഫ് അസോണൻസ് ഫ്രം ദ പോയം. ഇനി പോയത്തിലെ വേറെ അസോണൻസ് നോക്കാൻ നോക്ക്. ദേ നീണ്ട് ഇഷ്ടം പോലെ നോക്കിയേ. ഇവിടെ നോക്കുമ്പോൾ എന്താണ് നോക്കിയേ, മുകളിലെ ആദ്യത്തെ സ്റ്റാൻസിൽ ഏതാണ് അസോണൻസ് എന്ന് നോക്കാം കേട്ടോ. ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഓ സൗണ്ട് ഇൻ ലുക്ക്ഡ് അബ്രോഡ് ആൻഡ് ഫോർ. ഇത് നമ്മൾ കണ്ടതാണ്, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ. അതിനകത്ത് ഓ സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ നോക്കിയേ, ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഐ സൗണ്ട് ഇൻ ഡിംബ്ലിംഗ് ആൻഡ് റിവർ. കണ്ടോ, ഐ സോ ദ ഡിംബ്ലിംഗ് ഇൻ റിവർ. അപ്പൊ ഡിംബ്ലിംഗ് എന്ന് പറയുമ്പോൾ ഐ അവിടെ ഉണ്ട്, റിവർ എന്ന് പറയുമ്പോൾ ഐ അവിടെ ഉണ്ട്. അപ്പൊ അത് എന്താണ്, അവിടെയും എന്തുണ്ട്, അസോണൻസ് ഉണ്ട്. ഇനി ദ റിപ്പീറ്റേഷൻ ഓഫ് ദ ഓ സൗണ്ട് ഇൻ റോഡ്സ് ഗോ ആൻഡ് ഡൗൺ. ഇവിടെ നോക്കിയേ, ദ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ. കണ്ടോ, ഒരു വരിയിൽ തന്നെ എന്തൊക്കെ ഒരു കുറെ പ്രാവശ്യം ഓ വരുന്നില്ലേ, അത് അസോണൻസ് ആണ്. ഇനി ഇവിടെ നോക്കിയേ, റിപ്പീറ്റേഷൻ ഓഫ് എ സൗണ്ട് ഇൻ ഫാദർ ആൻഡ് ഫാദർ. കണ്ടോ, ഇവിടെ കൊടുത്തിരിക്കുന്നതാണ് ഫാദർ ആൻഡ് ഫാദർ എന്ന് പറയുന്ന അവിടെ ഓൾറെഡി എന്താണ് അലിട്രേഷൻ ഉണ്ട്, ഫ ഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ എ ലെറ്ററും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. എ ഫ എന്ന് പറയില്ലേ, ആ എ ഇവിടെ ലെറ്റർ റിപ്പീറ്റ് ചെയ്യുന്നില്ലേ, അപ്പൊ അത് അസോണൻസിന്റെ ഉദാഹരണമാണ്, എക്സാമ്പിൾ ആണ് കേട്ടോ. ഇനി ഇത് നോക്കിയത് റിപ്പീറ്റേഷൻ ഓഫ് ദ ഐ സൗണ്ട് ഇൻ ദ ഡൈൻ ആൻഡ് ഫൈൻ. ഡൈൻ ആൻഡ് ഫൈൻ ഉണ്ടോ, ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന ഡൈൻ ആൻഡ് ഫൈൻ എന്ന് പറയുന്ന ആ രണ്ട് വാക്കുകൾ എന്നുണ്ട്, ഐ ഡൈൻ ആൻഡ് ഫൈൻ കണ്ടോ. അപ്പൊ അതെല്ലാം എന്താണ്, റിപ്പീറ്റേഷൻ ആണ് കേട്ടോ. ഇവിടെയും ഉണ്ട് വേറെ നോക്കിയാൽ കാണാം, റിവർ സ്ലിപ്സ് ഉണ്ടോ, റിവർ സ്ലിപ്സ്, അവിടെയും ഐ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ, റിവറിലും ഉണ്ടായി സ്ലിപ്സിലും ഉണ്ടായി. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന എന്താണ് വവൽ സൗണ്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ അസോണൻസിന്റെ ഉദാഹരണമായിട്ട് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അസോണൻസിന്റെ ഉദാഹരണം ചോദിക്കണേ പറയൂലേ ഇതിനകത്ത്? ശരി, ഇനി നമുക്ക് അലിട്രേഷൻ ഉണ്ടല്ലോ ഇതിനകത്ത്. ഏതൊക്കെയാണ് അലിട്രേഷൻ നോക്കി കളയാം. വാ, ഈ പോയതിലുണ്ട് അലിട്രേഷൻ. അപ്പൊ നമുക്ക് അലിട്രേഷൻ ആണ് ഇത് കാണുന്നത്. അപ്പൊ ഇവിടെ നോക്കുമ്പോ എന്താ കാണുന്നത്, ദേ ഇവിടെ മുകളിലൊരു വരിയിൽ അലിട്രേഷൻ കിടപ്പുണ്ട്. എന്താ നോക്കി, ഐ ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്. കണ്ടോ, ഹെൽഡ് ദ ട്രങ്ക് വിത്ത് ബോത്ത് മൈ ഹാൻഡ്സ്. ഹെൽഡിലും ഹാൻഡിലും ഒരു വരിയിൽ തന്നെയല്ലേ രണ്ട് വേർഡും ഉള്ളത്. ഒരു വരിയിൽ തന്നെയുള്ള രണ്ട് വേർഡിന്റെയും തുടക്കം എന്താണ്, ഹ, എച്ചിലല്ലേ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ രണ്ടും എന്താണ്, അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ പ്ലസന്റ് പ്ലേസസ് കണ്ടോ, അവിടെ പി പി
തുടക്കം വരെ ഒരുപോലെ തന്നെയല്ലേ, അതും കൺസോണന്റ് സൗണ്ട് അല്ലേ, അപ്പൊ അത് അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ കണ്ടോ, ഡസ്റ്റി റോഡ്സ് ഗോ അപ്പ് ആൻഡ് ഡൗൺ, ഡി ഡി കണ്ടോ അലിട്രേഷൻ ആണ്. അതുപോലെ ഫാദർ ആൻഡ് ഫാദർ നേരത്തെ പറഞ്ഞ പോലെ അത് അസോണൻസിന്റെ എക്സാമ്പിൾ ആണ്, അലിട്രേഷന്റെ എക്സാമ്പിൾ ആണ്. അങ്ങനെ ലീഡ് ഓൺ വേർഡ് ഇൻ ടു ദ ഫെയറി ലാൻഡ് കണ്ടോ, ലീഡും ലാൻഡും ഒരേ വരി തന്നെയാണ്, തുടങ്ങുന്നത് ഒരേ അക്ഷരത്തിലാണ്, ലീ ലീ കണ്ടോ, ലീ അല്ല ഒരെണ്ണം ലീയും ഒരെണ്ണം ലായ ആണെങ്കിലും എല്ലിലാണ് തുടങ്ങുന്നത് കണ്ടോ. അപ്പോ ആ ഒരു റിപ്പീറ്റേഷൻ അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിനെയാണ് മക്കളെ അലിട്രേഷൻ. നമ്മൾ രണ്ടിലും അപ്പൊ അലിട്രേഷന്റെ എക്സാമ്പിൾസ് ഉണ്ട് കേട്ടോ. അപ്പൊ 2 പോയം കാണിച്ചിട്ട് അതിനകത്ത് അലിട്രേഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ എടുത്ത് എഴുതാറുണ്ട്, നോക്കിയിട്ട് എഴുതണോട്ടെ ഏതാണ് കറക്റ്റ് ആയിട്ട് അത് തന്നെ വരണം കേട്ടോ. ഓക്കെ, അപ്പോ അലിട്രേഷൻ എക്സാമ്പിൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പോയത്തിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. എ ലെവൽ ക്വസ്റ്റ്യൻസ് ദാ പറയുന്നു, ദാ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അല്ലെ. എന്തൊക്കെയാണ് ഇതിനകത്ത്? റൈമിംഗ് വേർഡ്സ് ഉണ്ട്, റൈം സ്കീം ഉണ്ട്, ഇതിനകത്ത് അലിട്രേഷൻ ഉണ്ട്, അസോണൻസ് ഉണ്ട്. അപ്പൊ നല്ലോണം ചോദ്യം വരുന്ന സാധ്യതയുണ്ട് കേട്ടോ ഈ പോയമാണ് വരുന്നതെങ്കിൽ. ഇങ്ങനെയുള്ള പോയറ്റിക് ഡിവൈസിനെ കുറിച്ച് മറ്റു ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ബി ലെവൽ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ലുക്ക്ഡ് അബ്രോഡ് ഓൺ ഫോറിൻ ലാൻഡ്സ് കേട്ടോ. ആദ്യത്തെ ഒരു 3-4 ചോദ്യമില്ലേ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പോ ഹൗ വാസ് ദ ചൈൽഡ് ഏബിൾ ടു സീ പ്ലേസസ് നെവർ സീൻ ബിഫോർ? What did the child see from the tree? Why does the poet say that the river is the sky's blue looking glass? കണ്ടോ, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി സി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. വാട്ട് ഡസ് ദ പോയറ്റ് മീൻ ബൈ ഗ്രോൺ അപ്പ് റിവർ? വാട്ട് ഡസ് ദ ചൈൽഡ് എക്സ്പെക്ട് ടു ഫൈൻഡ് ഇൻ ഫെയറി ലാൻഡ്? ഇതൊക്കെ നമുക്ക് എന്താണ് സി ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആ പോയം കഴിഞ്ഞു. എന്താണ് ഫോറിൻ ലാൻഡ്സ് എന്ന് പറയുന്ന പോയമാണ് കഴിഞ്ഞത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് മൂവ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.